ചേട്ടൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, സന്തോഷിനെ കിട്ടിയ മൂക്കൗണ്ട് അടിച്ച് പൊന്നിക്കുന്നു. ആ പിച്ചക്കാരൻ ചെറുക്കൻ എവിടെ വെച്ച് കിട്ടിയാലും ഇനി എന്ത് കേസ് വന്നാലും ശരി ഞാൻ ആടി കൊടുക്കും. കാരണം എന്താ ഉറക്കം വരുന്നു. ഇങ്ങനെ പിച്ചക്കാരനൊക്കെ വിളിക്കാം. ഞാൻ അങ്ങനെ വിളിക്കുള്ളൂ അവനെ. വെറും വൃത്തികെട്ട ചെറുക്കൻ, അലവലാതി ചെറുക്കൻ. അപ്പൊ നമുക്ക് പറ്റിയ ആളാ. കാരണം ഒരു സിമ്മിൽ നിന്ന് വിളിക്കുക. അപ്പൊ ഞാൻ പറയണ ഇനി ഞാൻ നിന്റെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നാൽ മാന്യനാണെങ്കിൽ അവിടെ അവസാനിപ്പിക്കണം ഇല്ലേ? അതെന്നതാ സാധനം? എന്റെ ലൈഫ് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. കുറച്ച് ഒരു 5 മിനിറ്റ് വേറൊരു സിമ്മിൽ നിന്ന് വിളിക്കുക. മിസ്റ്റർ ഉർമേഷ് തമ്പാൻ. അപ്പൊ ഞാൻ എടുക്കുമ്പോ ഞാൻ സന്തോഷം വർക്കി അല്ല എന്താ ആറാട്ടാണ്. ഞാൻ പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞല്ലോ എന്നോട് സംസാരിക്കുന്നു. അത് പറഞ്ഞാണല്ലോ ആശാനെ. ഫോൺ വെക്കുന്നുണ്ട്. ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നു. അവൻ കട്ടി കളഞ്ഞല്ലോ. ഒന്നോട് വിളിച്ചു നോക്കി. ഒരു 15-20 മിനിറ്റ് മൂന്നാമതൊരു സിം. അവന്റെ എനിക്ക് തോന്നുന്നു ഈ തന്തയും തള്ളേക്ക് 50 സിമ്മാണ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് തോന്നുന്നു. എന്നെ ഫോൺ ചെയ്ത് പ്രകോപിപ്പിച്ചിട്ട് ഞാൻ മലയാളത്തിൽ വിളിക്കാവുന്ന ഏറ്റവും താഴെക്കടയിലുള്ളൊരു തെറി വിളിച്ചപ്പോൾ അവൻ അത് വെച്ചോണ്ട് അവനെ തെറി വിളിച്ചത് അവൻ ഒരു എപ്പിസോഡാക്കി. അത് കണ്ടപ്പോഴേ മനസ്സിലായി. നോ ഇൻഫർമേഷൻ, വിവരമില്ല. നിങ്ങളെന്താ ഗുണ്ടിയാണോ? നിങ്ങളെ ആ ഒരു നിന്ന ടോക്കിൽ എന്റെ പേര് പറഞ്ഞു. ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് പ്രതീക്ഷിച്ചതാ. അങ്ങനെ 4-ാമത്തെ 5-ാമത്തെ സിമ്മിൽ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാൽ താൻ എന്നെ എന്തോ ചെയ്യും? വിഴുങ്ങോ? കേരളത്തിലെ എന്ത് കേസ് എന്റെ പേരിൽ എടുത്താലും ശരി നിന്റെ മൂക്കിനെ ഇടിച്ച് പരിപ്പാക്കും പറഞ്ഞു. ഇമാതിരി ടീമിന് എന്റെ കൈ കിട്ടിയ ഞാൻ അടി നല്ല ഇടി ഇടിക്കും. അത് എവിടെ വെച്ച് കിട്ടിയാലും കൊടുക്കുകയും ചെയ്യും. എവിടെ വെച്ച് കിട്ടിയാലും ഈ അലവലാതെ ചെറുക്കനെ കിട്ടിയാൽ ഞാൻ കൊടുക്കും. കാരണം അടിച്ച് കറണ കുറിച്ച് വിളിച്ചോളൂ. ഞാൻ ആ ഊച്ചാളിയാ, എനിക്ക് അങ്ങനെ മോഹമുണ്ട്, മനസ്സിലായോ? ഞാൻ കൊടുക്കും. കാരണം മഞ്ജു വാര്യരുടെ സഹോദരനൊക്കെ എങ്ങനെ നാണാറ്റ് നടക്കണേ. മഞ്ജു വാര്യരുടെ അച്ഛനെ വിളിച്ചിട്ട് പറയാണ് ചേച്ചി എനിക്ക് കെട്ടിത്തരാൻ. ഒരു തരം ഞരമ്പ് രോഗം. സത്യം പറഞ്ഞാ എനിക്കുള്ള കൊല്ലാൻ തോന്നി. സാധിക്കൂല മോളെ, അത്ര പെട്ടെന്ന് ചാവണ സൈസ് അല്ലേ. അവൾക്കൊരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാനുള്ള പാങ്ങുണ്ട് അവന്. അതിന് പണം വേണ്ട സാർ. ഇനി പണയം വെക്കാൻ വല്ലതുണ്ടോ മുതലാളി? ഇനി പണയം വെക്കാൻ എന്റെ അണ്ടർവെയർ മാത്രമേ ഉള്ളൂ. അവനോട് പറഞ്ഞേരെ അവന്റെ കഷ്ടകാലം തുടങ്ങുന്നത് ശാന്തിയുള്ള ദിനേശിന് മുമ്പ് വരുമാണെന്ന് പറഞ്ഞേരെ. ഇനി അകത്ത് കിടക്കേണ്ടി വന്നാൽ അവൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചാലും ശരി അവന്റെ മൂക്കിനെ ഇടിച്ചു പോരും. എവിടെയെങ്കിലും ഒരു ആംബുലൻസ് പറയണം, വിളിച്ചു പറഞ്ഞു. അത്രയും നാണം കെട്ട ചെറുക്കനാണെന്ന്. ഇവനെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ലേ? ഇങ്ങനെ എല്ലാവരും കൂടെ തോന്നുന്നത് ശരിയാണോ? ഇങ്ങനെ ആമ്പിള്ളേരുണ്ടല്ലോ എന്നാണ്. ഒരു പണിക്കും പോവാതെ ഇങ്ങനെ രാവിലെ തിയേറ്റർ ഒന്ന് പെറ്റി കിടക്കുന്ന ഇതുപോലുള്ള അലവലാതി പിള്ളേരെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത്. മതിയടാ ഞങ്ങളുടെ ജോയിന്റിൽ ഓയിൽ അടിച്ചത് മതി. അങ്ങനെ പോവില്ലടാ, ഞാൻ വരും, വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.